ഹലോ. ഞാനേ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചാടി കേട്ടോ. ഇതെൻ്റെ ആങ്ങളുടെ മോളാണ്. അപ്പം ഞങ്ങളേ സർപ്രൈസായിട്ട് ഒരു സ്ഥലം വരെയും പോവുക. അപ്പോൾ ഇവിടുത്തെ നേച്ചറൊക്കെ ഉണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാലും ഇതേ ഈ പുല്ലൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക്. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു. നാളെ തിരിച്ചു പോകണം. നാളെ അവിടെ കൊണ്ടുവിടുവാണ് അവളെ വീട്ടിലേക്ക്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ ഞാൻ പോകും ഇവിടുന്ന്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനാണ് എപ്പോൾ ബോധം കെട്ട് വീണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നതേ ഈ കമ്മലൊക്കെ കിട്ടുന്നു. അതൊക്കെ ഉണ്ട്. ഈ ദൈവമേ, റോഡ് കാണിച്ചു തരാം. ഇതിലെങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്നത്? ദേ എൻ്റെ കാല് തന്നെയും. എൻ്റെ കുഞ്ഞ് ഇതിലേ വേണ്ട മോളെ, എനിക്ക് പേടിയാടി. ഇല്ല, എനിക്ക് ഇറങ്ങാൻ വയ്യ. നീ ഇറങ്ങുന്ന പോലെ എനിക്ക് അങ്ങനെ ഇറങ്ങത്തില്ലെന്നേ. എൻ്റെ കാലുണ്ടല്ലോ, എനിക്ക് വേദന. അതിലേ ഇറങ്ങാൻ പാടില്ലേ? എന്നാൽ അതിലേ പോവാം. ഇതിലേക്ക് ഇറങ്ങിപ്പോയി വീണ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകേണ്ടതാ. ഇതേ കയറിക്കോ. ഇതുകൊണ്ട് ഇതിലേ കൂടെ എന്നോട് ഇറങ്ങാൻ പറയുന്നത്. ഇറങ്ങി എനിക്ക് പറ്റില്ല. ഇവർക്കൊക്കെ പ്രാക്ടീസ് ആയതാ. അതൊക്കെ കൊള്ളാവേ. ഇതേത് മരം? ഇത് ഇവിടെയൊക്കെ വെള്ളം കയറുക കണ്ടോ. അവിടെ ഇതൊക്കെ കിടപ്പുണ്ട്. ഈ ചെടിയോ ഇതിന് പൂവ് ഓർമ്മയുണ്ടോ? നമ്മൾ യേശുപിതാവിൻ്റെ പൂവെന്ന് പറയുന്നേ ഇതിനാ. ഇത്തല വരുന്നേ. ഇവിടെ എന്നോട് പറയണേ നിരന്നിറങ്ങാൻ. നിറങ്ങിറന്നിട്ട് വേണം ഞാൻ കാലും കൈ ഓടിച്ചിട്ട് ഇവിടെ കിടക്കാൻ. എന്നിട്ട് പിന്നെ അങ്ങ് പോകണ്ട. പിന്നെ അപ്പം ആ കടവ് ഈ കടവ് ഒന്ന് തന്നെയല്ലേ? അത് നിങ്ങളെ തുണി കഴിയിട്ട് ഇതിലേ തന്നെയല്ലേ വരുന്നേ? അത് അതിലെയോ? ഇപ്പൊ ഇതിലേ കയറുമോ? ഇതിലെ കാലും കൈ ഓടിക്കും. എൻ്റെ കർത്താവേ, എന്നാ ഭംഗിയെന്നറിയാം ഇതിലേക്കൂടെ വരാനേ. നമ്മുടെ വീട്ടിലെ കൂടെ ചെടിയൊക്കെ ഇത് പുഴയാണ് കേട്ടോ. പുഴയുടെ തിണ്ടാ. എനിക്കിവിടെ നടന്ന് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് വേച്ച് പോകുന്നത്. ഈ പുഴയൊക്കെ ഞാൻ കുളിച്ച പുഴയാണ് കേട്ടോ ഇത്. പക്ഷെ ഈ കടവല്ല, താഴെയാണ്. ആരും ഉണ്ടല്ലോ അവിടെ. ഇവിടെയൊക്കെ പണ്ട് പന്നി ഇറങ്ങിയിട്ടുണ്ട്. പന്നി ഇറങ്ങുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ. ഇവള് നമ്മുടെ ദേവിസാര ബിൻസ് ടോമിയുടെ. ഇതാ വഴി. നമുക്ക് വഴി തെറ്റിപ്പോയിട്ട് ഇതാ കണ്ടോ, വെള്ളമൊക്കെ ഉണ്ടോ? വഴി തെറ്റിപ്പോയി കേട്ടോ. ആരാ കൊണ്ടുപോതേ? ഇവള് നോക്കി നമ്മളെ വഴി തെറ്റിച്ചു. ഇതുണ്ടോ ഈ വഴിക്കൂടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നേ. ഇതെന്നറിയാം, ഇത് ബാമ്പൂന്നല്ലേ? ഇല്ലി അതന്നെ. ഈ ചൈനീസ് ഒക്കെ ഇതില്ലേ, ഇതിൻ്റെ മുള കഴിക്കും. നല്ല സാധനം ഇത് വാങ്ങാൻ കിട്ടും നമ്മുടെ അവിടെയൊക്കെ. ഇതിൻ്റെ മുള ഞാനിട്ടൊരു ഹീൽ ചപ്പൽ ഇട്ടുകൊണ്ട് എനിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ല. ഞാൻ പടാന്ന് ഓടി വന്നേനായിരുന്നു. എന്നാ രസമെന്നറിയോ? ഞാൻ പണ്ടൊക്കെ കുളിച്ച നമ്മുടെ പുഴ. അടിപൊളി. ഇതാണ് നമ്മുടെ വഞ്ചി. ഈ വഞ്ചിച്ചെടി. ഈ ചെടി നിങ്ങൾ കണ്ടോ? ഈ ചെടി ഉണ്ടല്ലോ, എനിക്ക് ചുമരുന്നു ഒരു നിമിഷം. ഈ ചെടിയിൽ നമ്മൾ പണ്ടുണ്ടല്ലോ ഒരു സ്റ്റോറി ഉണ്ട്. എൻ്റെ അമ്മ ഒഴുകിപ്പോയതാണേ. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കുഞ്ഞിലാന്നിട്ട് എൻ്റെ അമ്മ നല്ല വെള്ളം അടിയൊഴുക്കുണ്ടായിരുന്നു. ഒഴുകിപ്പോയ സമയത്ത് ഇങ്ങനത്തെ വഞ്ചി പിടിച്ചാണ് അമ്മ കിടന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ വഞ്ചി പിടിച്ച് നമ്മൾ അപ്പുറത്തേക്ക് പോകുമായിരുന്നു. ഈ വഞ്ചി ഇത് വഞ്ചിച്ചെടിയാ. പൊട്ടൂല. ഇതുകൊണ്ടൊക്കെ ഈ വഞ്ചിച്ചെടി കൊണ്ടൊക്കെ നമ്മൾ എന്ത് അടി വാങ്ങിച്ചിട്ടുണ്ടെന്നറിയോ? ഭയങ്കര വേദന എടുക്കും, മുറിയൂല. ഇതാണ് നമ്മളെ. അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോവാവേ. ഇവിടെ ഇച്ചിരി നിന്നിട്ട് അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ പുഴ. ഇത് കണ്ടോ, ഈ പുഴയാണ്. ഇത് ഒത്തിരി അങ്ങ് വരെ ഞാൻ വന്ന വെള്ളം വരെ വെള്ളം കയറും കേട്ടോ. ഇപ്പൊ ഇച്ചിരി വെള്ളം കുറവാണ്, അതുകൊണ്ടാ. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെള്ളം ഇങ്ങോട്ട് വരാൻ. ഇവിടെയല്ല ഞാൻ കുളിച്ചത്. ഇത് എൻ്റെ കടവല്ല. ഇത് എൻ്റെ കടവല്ല ഗൈസ്. ഇത് ഞങ്ങളുടെ കടവാണ്. ഇവരുടെ കടവാണ് ഗൈസ്. എൻ്റെ കടവ് അങ്ങ് താഴെയാണ്. എന്നാലും പുഴയല്ല ഒന്നല്ലേ. ഇതാണ് ഞങ്ങളുടെ പുഴ. നല്ല തണലൊക്കെ ആട്ടോ അവിടെ. ഇവിടെ ഇച്ചിരി വെയിലുണ്ടെന്നേ ഉള്ളൂ. ഇത് തണുപ്പ്.
കുളിക്കാൻ തോന്നല്ലേ? പണ്ടൊക്കെ രാവിലെ പാറ ഉണ്ടല്ലേ, പുകയുണ്ടല്ലോ പൊങ്ങി വരും. ആ പുകയിൽ നമ്മൾ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ചൂടായിരിക്കും. അന്ന് ചെരുപ്പ് ഇവിടെ ഊരിട്ട് പോയാൽ പോരാ. ചെരുപ്പ് ഊരിയാണ്, ചെരുപ്പ് കൈ പിടിച്ചു. അതിനൊക്കെ ആ വഴി അങ്ങ് നടന്നു പോവാ കേട്ടാ. എത്ര വെള്ളത്തിൽ നമ്മൾ നീങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ആഴവാ. എവിടെ? അങ്ങോട്ട് അത്ര ഇതാണ് ആഴെന്ന് പറഞ്ഞത് കേട്ടോ. അല്ല നിങ്ങൾ മൊബൈൽ സ്റ്റിക്ക് വെക്ക്, താഴെ വീഴും. അതാ പറഞ്ഞ സ്റ്റിക്ക് വെക്ക്, തെന്നി വീഴും. സ്റ്റിക്ക് വെക്ക്. ഓഫേ ചെരുപ്പുണ്ട് പിടിക്കട്ടെ. ആ ചെരുപ്പ് പോയിട്ടുണ്ടെങ്കിൽ നീ ഇറങ്ങിക്കണം പിടിക്കാൻ. ഈ ഫോണും വെച്ചാ അത് നീ സൂക്ഷിച്ചു പറഞ്ഞേ. അനുജാവിടെ ഫോൺ വീഴരുത്. അല്ല എനിക്ക് ഇവിടെ നല്ലോണം തെന്നുണ്ട്. നിങ്ങളിങ്ങനെ അക്കരെ കയറിയിട്ടുണ്ടായിരുന്നോ? പിന്നെ ഇന്നലെ കുളിച്ച് അവിടെ നിന്ന് അലക്കിയേ? എവിടുന്ന്? അക്കരേന്ന്. അവിടുന്ന് അലക്കി, ഇവിടുന്ന് അലക്കി. പിന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പോകാം. അങ്ങനത്തെ അടിപൊളി സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാ. അത് കണ്ടോ ആ സ്ഥലമാണ്. നല്ല അടിപൊളി പാറയൊക്കെ ഉണ്ടായിട്ട് നല്ല സൂപ്പർ സ്ഥലം. അതൊക്കെ നോക്കി പോണേ. മീനൊക്കെ തന്നെ പണ്ടൊരു ഈ പായലിൻ്റെ അടിയിലൊക്കെ കൊഞ്ചുണ്ട്. കൊഞ്ചിനെ പിടിക്കുന്നത് നമ്മൾ അങ്ങനെ തോർത്ത് കെട്ടിട്ട് മീൻ പിടിക്കുമായിരുന്നു, കുഞ്ഞ മീനെ. എന്നിട്ടുണ്ടല്ലോ മീനെ ഇപ്പം നെറ്റിപ്പൊട്ടൻ എന്ന് പറയുന്ന മീനുണ്ട്. നെറ്റിയുടെ ഇവിടെ ഉണ്ടല്ലോ ഒരു പൊട്ടുള്ളൊരു മീനുണ്ട്. ആ മീനെ ഞങ്ങളിങ്ങനെ തോർത്ത് പിടിച്ച് ഒരു പാത്രത്തിൽ ഇടുമായിരുന്നു. കൊല്ലത്തില്ല, അതൊക്കെ തിന്നാൻ കൊള്ളൂല അതിന്. പക്ഷെ കാണാൻ നല്ല ഭംഗി. അതൊക്കെ ഉണ്ടോ വായ്പ? ഞാൻ എത്ര വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഈ വെള്ളത്തിറങ്ങിയിട്ട് എത്ര വർഷമായി. എപ്പോഴെങ്കിലും ഇറങ്ങണം. അത് ഞങ്ങൾ വന്നിട്ട് ഇന്നലെ കുറേ നാൾ കൂടി വന്നു. എതിരെ പോകുന്ന ഇതിൽ വെള്ളം ഇച്ചിരി ആഴം ഉണ്ടല്ലോ. മണി ഇവിടെ വെള്ളം കൂടുതൽ, ഇതിവിടെ ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു. ഇതിലേ പോ. ഇതിലില്ല. അതിലേക്ക് ഇപ്പം ഫോണായത് നമ്മളിപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ വീണാലും വേണ്ട, നീ വീണാലും എൻ്റെ ഫോൺ മാത്രം കളയല്ലോ കേട്ടോ. സ്റ്റിക്ക് പോവുക. ഇത് മീനാണ് ചത്തോടെ ചട്ടലും പട്ട വീട്. ഗൈസ്, എൻ്റെ നാട് കാണാത്തവരൊക്കെ കണ്ടോ കേട്ടോ. എനിക്ക് ഇത്രയും ദിവസം വീഡിയോ എടുത്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെയാണ്. നമ്മുടെ നാടും എൻ്റെ നാടും എൻ്റെ പുഴയും എൻ്റെ വീടും. എന്താ പറയണ്ടേ, എന്താ തണുപ്പൊക്കെ. ഇവിടെ ഇരുന്ന് മറ്റേ ഇത് കഴിക്കണം, കപ്പ ബിരിയാണിയൊക്കെ. അടിപൊളിയായിരിക്കും. പിന്നെയുണ്ടല്ലോ ഒരു കഥയുണ്ട് പറയാം. അതെ, ഒരു കഥ പറയാട്ടോ. പണ്ട് ഞാനൊക്കെ 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാൻ ഒരു പ്രാണിയും കൊല്ലൂല. അപ്പോൾ ഉണ്ടല്ലോ ഇത് വെള്ളം പറ്റുന്ന സമയത്ത് നമ്മുടെ തോട്ടിലെ വെള്ളം പറ്റുമ്പോൾ, തോടല്ല കേട്ടോ, ആറാണേ. വെള്ളം പറ്റുമ്പം നമ്മളെന്നറിയോ, മണലുണ്ടാവില്ലേ, മണൽ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഹോള് പോലെ കാണും. ഹോളൊന്നും കാണില്ല, അത് അറിയാവുന്നവർക്ക് മാത്രം അറിയൂ. അപ്പം നമ്മൾ കുഴിച്ച് നോക്കും, കക്ക കിട്ടും. കക്ക ഇറച്ചി ചിലത് കഴിക്കും, ഞങ്ങൾ കഴിക്കില്ല കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഞാൻ അതിനെ കൊണ്ടുവന്നിട്ട് വലിയൊരു കലത്തിലിട്ട് ഞാൻ എൻ്റെ വീട്ടുകാർ ചോദിക്കുവേ, അതിനെ എന്ത് ചോദിക്കും. ഞാൻ കൊല്ലാൻ കൊടുക്കൂല. എന്നിട്ട് എൻ്റെ വിചാരം എന്താ പറയുക, അത് ജീവിക്കുന്ന വിചാരിക്കുന്നത്. പക്ഷെ നമ്മളത് കരയിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ കൊണ്ടിടുമ്പോഴത്തേക്ക് അത് ചത്തുപോകും. പിറ്റേ ദിവസം ഞാനല്ലോ വാഴയുണ്ട് വലിയ, ഇവരൊക്കെ കാണാതിരിക്കാൻ വേണ്ടി വാഴയുടെ ഇടയ്ക്ക് കൊണ്ട് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോഴല്ലോ എല്ലാം മരിച്ചിട്ട് ചത്തിട്ട് അതിൻ്റെ ആ മാംസമില്ല വെളുത്തത് മാത്രം പുറത്തുണ്ടാവും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, കൊല്ലാൻ കൊടുക്കൂലായിരുന്നു. ഇപ്പം ഞാനും എൻ്റെ ചേച്ചി അങ്ങനെയാണ്. കോഴീനെ വളർത്തിട്ട് കൊല്ലുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ട് ഭയങ്കര കരച്ചിലായിരിക്കും, ഓടും ഞങ്ങൾ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് ഞാൻ തിന്നത്തില്ലെന്നേ ഉള്ളൂ, ബീഫൊക്കെ അങ്ങനെ തിന്നില്ല. സൂപ്പർ. പറഞ്ഞ കഥ പറഞ്ഞ് നമ്മളൊരു ഗുഹ പോലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇവിടം വെച്ച് നിൽക്കുകയാണ് അല്ലേ. നമുക്കിവിടെ ഇരിക്കാം. അടിപൊളി, ഭയങ്കര വൈബാണ്. ഇതാ നമുക്ക് ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഇതാണ്ടോ കൈസ് ഇരിക്കാനൊക്കെ. പാമ്പ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ ഇരിക്കുന്നു. ഇതിവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്നതാണ്. കണ്ടോ ഇവിടെ വൃത്തിയാക്കിട്ടേക്കുന്നുണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്ന. നീറുണ്ടോ? ആഹാ, കണ്ടോ ഈ മരത്തിന്റെ പൊത്തിലൊക്കെ വല്ല ദൈവമേ വല്ല പ്രാണിയോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാം. ഇറങ്ങ അപ്പോഴേ എന്റെ കക്കാടെ കഥ കേട്ടില്ലേ. അപ്പൊ ഇതാണ് എന്റെ പുഴ. ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടെ ഇരിക്കാനും, നല്ല കാറ്റും.
അപ്പോഴുണ്ടല്ലോ ഈ പുഴയില്ലേ, ഈ പുഴയിലൊക്കെ ഞങ്ങൾ വലിയ മരത്തിന് മുകളിൽ നിന്നൊക്കെ ചാടുവായിരുന്നു. ആ കഥ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഈ പുഴ കേട്ടോ, നിറച്ചും പാറപ്പൊട്ടും കാണാം. ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അരുവി പോലെ തോന്നും. നിങ്ങൾ എന്നിട്ട് തോടെന്ന് പറയില്ലേ, തോട്. എറണാകുളംകാര് തോടെന്ന് പറയും. ആ എറണാകുളം, അതെയോ, എറണാകുളംകാർ തോടെന്നാ പറയും. ഞങ്ങൾ ഇനി പറയുന്നത് എന്തറിയാവോ, ഞങ്ങളും തോടെന്നാ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് തോട്ടെന്ന് പറയും. പക്ഷേ തോടെന്ന് പറയുമ്പോൾ ചെറുതല്ലേ, ഇത് വലിയ പുഴ കേട്ടത്. ഇത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് പാവം വെള്ളമെല്ലാം വെള്ളം പറ്റി കിടക്കണം, അല്ലെങ്കിൽ പാറയൊക്കെ മുങ്ങി കിടക്കും. അങ്ങ് പറയില്ല. ഈ മരമൊക്കെ മുകളിൽ വരെ വെള്ളം കയറുമായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ട്, ഞാനൊന്നുമല്ല, എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ ഇതിൻ്റെ അപ്പുറം പുല്ലുണ്ടാവും, പശുവൊക്കെ ഉള്ളല്ലോ. അപ്പോൾ പുല്ലൊക്കെ പറിച്ചിട്ട് വലിയ വെള്ളത്തിൽ ഒഴുകി വരും. അവരെന്തറിയോ, പുല്ല് മേലെ ഇടും, അവർ താഴൊക്കെ ഒഴുകിപ്പോൾ. അപ്പം അവർ വരുന്നതനുസരിച്ച് പുല്ല് അങ്ങോട്ട് താഴോട്ട് ഒഴുകി വരുമ്പോഴത്തേക്ക് അവർ പുല്ല് ഇങ്ങനെ സൈഡിലേക്ക് കയറ്റും. പിന്നെ തേങ്ങ പെറുക്കാൻ പോകുമായിരുന്നു, വെള്ളം വരുമ്പോഴത്തേക്കും തേങ്ങ പെറുക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒത്തിരി നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ പുഴ. ഹലോ, ഇത് എന്നോട് ഇത്രയും സമയം പറഞ്ഞു കുളിക്കണം എന്ന്. ഞാൻ പറഞ്ഞു കുളിക്കണ്ടെന്ന്. കല്ലിലിരുന്ന് ഒറ്റ വീഴ്ച നോക്കി കുളിച്ചു പോയി. എനിക്ക് കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകുന്നതുകൊണ്ടാണ്. വേണ്ട, ഞാൻ വരില്ല. ഇല്ലടി, എനിക്കൊരു സ്ഥലം വരെ, ഇതിൻ്റെ ഡ്രസ്സെല്ലാം നനയും. വേണ്ട, ഇല്ല ഗൈസ്, ഞാൻ പോവില്ല ഗൈസ്. ഇല്ല, എന്നാ ഡ്രസ്സ് തന്നില്ലടേ, എനിക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. ഇല്ല, എനിക്ക് ഒന്നും എടുത്ത് പോകാൻ ലേറ്റാവുന്നേ. ഇതേ എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണ്ട, ഇവിടെ എന്നെ വിടുന്നില്ല. എനിക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ ആങ്ങളുടെ മോളുണ്ട്, അവിടെ വീട്ടിൽ ചെല്ലണം. അവിടെ ചെന്നിട്ട് നേരെ തിരിച്ച് പിന്നെയും എൻ്റെ പഴയ സ്ഥലത്ത് പോകണം. ഞാൻ അവിടെയും പോകേണ്ടതാണ്. അപ്പോൾ സമയം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം പോകാം. അപ്പം ഞങ്ങൾ നിങ്ങൾക്കൊരു നെസ്റ്റാൾജിയ തന്നില്ലേ അല്ലേ. ഞാൻ ഇതുപോലൊക്കെയുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഇതൊന്നും ഇല്ലല്ലോ. വെറും മീൻസ് എന്തുവാ, കുറേ ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ അങ്ങനെ പറയല്ലോ കേട്ടോ, പൂന്തോട്ടങ്ങളുടെ നാടാണ്. അതാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മളെയൊക്കെ എന്ന് പറയും. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചി എടുത്തിട്ട് പോകാൻ, ഒരു പച്ചക്കറി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സഞ്ചി എടുത്തിട്ട് പോകാനൊന്നും എല്ലാവർക്കും നാണക്കേടാ. ഞാനൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ കമ്പി പോയ കുടയിൽ ഒരു സൈഡ്, ആ കുടയൊക്കെ കൊണ്ട് ഞാൻ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് അബദ്ധത്തിൽ പറ്റും, ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. വലിയ മഴയാണ്, നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ. അപ്പോൾ ആ കമ്പി ഒടിഞ്ഞ കുട, ഒടിഞ്ഞല്ല ചില സമയത്ത് വരില്ല കേട്ടോ, കമ്പി ഒടിഞ്ഞ ആ കുടയും കൊണ്ട് ഞാൻ പോകാറുണ്ട്. നമുക്കതൊന്നും നാണക്കേടയില്ല, കാരണം നമ്മളെ ആരും ഇവിടെ കെയർ ചെയ്യാനില്ല. നമ്മളും അങ്ങനെയാണ്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ കുറേ തടിയുള്ളൊരു ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ യൂഷ്വലി എങ്ങനെയൊക്കെയാണ് അങ്ങനെ തോന്നിയാൽ നമ്മൾ നോക്കും എന്ന്. പക്ഷെ അവിടെയൊന്നും അങ്ങനെയല്ല, അത് നാച്ചുറലാണ്. കാരണം അവിടെ ഇഷ്ടമാണ് അതല്ല അല്ലേ, നമ്മളതേക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടെയൊക്കെ എന്ന് പറയാൻ, നമ്മളെ അങ്ങനെ ബോധേഡ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടം. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഓൾമോസ്റ്റ് മലയാളീസും കേരളത്തിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. എന്നറിയോ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു നാടാണ് കർണാടകം. നമ്മൾ പറയും കേരളമാണ് ദൈവത്തിന് സ്വന്തം നാടെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു കർണാടകമാണ് സ്വന്തം നാട്, ദൈവത്തിൻ്റെ നാടെന്ന് പറയാം. കാരണം ഏത് ബംഗാളീസ്, ബീഹാറീസ്, പിന്നെ നമ്മുടെ കേരളീയൻസ്, പിന്നെ മുംബൈ, എവിടുന്ന് എല്ലാവരും വന്ന് ആദ്യം സെറ്റിലാകുന്ന ബാംഗ്ലൂരാണ്. പിന്നെ അവിടെ നിന്ന് വന്ന് അവരെങ്ങും പോവില്ല. അപ്പോൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഒരു പ്ലേസാണ് നമ്മുടെ ബാംഗ്ലൂർ. അപ്പം അതാണ് ബാംഗ്ലൂരിനെ പറ്റി പറയുന്നത്. പിന്നെന്ന് പറയാൻ നമ്മുടെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ ബാംഗ്ലൂരിലെ മലയാളീസിൻ്റെ തന്നെ കുറേ ഏരിയ ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. ജാലഹള്ളി എന്ന് പറയും, പിന്നെ ഇന്ദിരാനഗർ എന്ന് പറയും, പിന്നെ മടിവാള എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് ലാസ്റ്റ് ബസ്, ചില ബസ്സിൽ ലാസ്റ്റ് സ്റ്റോപ്പ് മടിവാളയാണ്. അങ്ങനെ പിന്നെ വൈറ്റ് ഫീൽഡ്, പിന്നെ അങ്ങനെ കുറേ സ്ഥലമുണ്ടല്ലോ. അങ്ങനെ കുറേ ഏരിയ, നമ്മുടേതായ തന്നെ കുറേ ഏരിയ ഉണ്ട്. അപ്പം നല്ലൊരു പൂന്തോട്ടങ്ങളുടെ നാടാണ് ബാംഗ്ലൂർ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നെ കുറേ അങ്ങ് ചെല്ലുമ്പം സിൽക്ക് സിറ്റി എന്ന് പറയും. അതോടെ എന്നറിയാം, നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോകുന്നവർക്കറിയാം. പിന്നെ നമ്മുടെ ബാംഗ്ലൂർ കഴിഞ്ഞ് കഴിയുമ്പം രാമനഗര ഭാഗം വിടുതി, അവിടെ നമ്മൾ ബോർഡ് ഇങ്ങനെ കാണും. അപ്പോൾ അതിനകത്ത് കാണുന്നത് സിൽക്ക് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ പുഴു എന്ന് പറയുമ്പം സിൽക്ക്, പട്ടുനൂലിൻ്റെ ഒരു സാരി വാങ്ങണം അറിയാം, ലക്ഷങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ പുഴുവെടുത്താണ് ഇവർ അതിൻ്റെ പിരിയെടുക്കുന്നത്. അതിനാണ് നമ്മൾ സിൽക്ക് സിറ്റി എന്ന് പറയുക. അപ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് ബിസിനസ്സാണുള്ളത്. കാരണം അത് ക്ലൈമറ്റ് അനുസരിച്ചാണ്. ചില സമയത്ത് ഈ പ്രാവശ്യമില്ല കേട്ടോ, ചില സമയത്തുണ്ട് നല്ല പണിയാണ്. നമ്മൾ അതിനെ വിട്ട് എവിടെയും പോകാൻ പാടില്ല. ഇങ്ങനെ നിന്നിട്ട് പെടലി വേടെടുക്കുന്നു. അതെന്ന് പറഞ്ഞെന്തറിയോ, ഇത് ഒത്തിരി ലെങ്തുള്ള വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ, പട്ടുനൂൽ പുഴു എന്ന് പറയുമ്പം അത് പുഴു ഉണ്ടല്ലോ, കുഞ്ഞ് ഇത്ര ഉണ്ട് പുഴു. നമുക്കതിന് പിടിക്കും, ഞാൻ പിടിച്ചിട്ടുണ്ട്, പിടിക്കും കേട്ടോ.
അതിങ്ങനെ നമ്മൾ ഈ നമ്മുടെ മൾബറി ഇലയില്ലേ, ആ ഇല കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുമ്പം നമ്മൾ രാവിലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തെ അതെല്ലാം തിന്ന് തീർത്തിട്ട് അതിൻ്റെ കമ്പ് മാത്രം ഉണ്ടാവും. അതിന് നമ്മൾ വയറിനറിയുമ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ നമ്മളെന്നറിയാം അതിനെ പട്ടുനൂൽ എങ്ങനെ തിരിക്കുന്നറിയോ, അത് വലുതാകാറാകുമ്പോൾ അത് നമുക്കറിയാം. അതിങ്ങനെ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനെ എന്നിട്ട് ചെറുതിനെ ഞങ്ങൾ വിടും. അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു വട്ടത്തിലൊരു കൊട്ട പോലെ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ഓരോ കൂടുണ്ട് ഇങ്ങനെ കിടക്കാൻ. ആ കൂടിനകത്താണ് അത് പിന്നെ മുട്ടയിടുന്നത്. ആ മുട്ടയിടുന്നതും കൊണ്ട് ഇങ്ങനെ ആ മുട്ടയുണ്ടല്ലോ ഒരു വെള്ള പോലെ ഉണ്ട്, അതിനകത്ത് കുറേ നൂല് പോലെ ഉണ്ടാവും. അതെടുത്തുകൊണ്ടേ നമ്മൾ കൊടുക്കും. ഇത്രയും രൂപയ്ക്ക് നല്ല വിലയാണ്. എന്നിട്ട് അവരത് സെപ്പറേറ്റ് ചെയ്തിട്ടാണത് നമ്മുടെ പിന്നെ പട്ട് നൂലാക്കുന്നത്. അപ്പം അത്രയും പ്രോസസ്സിങ് ആണ്. ഒരു പുഴുവിൽ നിന്ന് നോക്കി നമുക്ക് എത്ര കോടി കിട്ടുന്നുണ്ടെന്ന് നോക്കി. എൻ്റെ കഥകളൊക്കെ തീർന്ന്, സ്റ്റോറി തീർന്ന്. ഇനി ഞാൻ റിവൈൻഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോയെന്ന്. എല്ലാ സ്റ്റോറിയും പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുക. അത് നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് ടു വീഡിയോ വരുന്നതായിരിക്കും. ഇനി എൻ്റെ ഈ കേരളത്തിൽ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. അപ്പോൾ അതിനിപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ ബാക്ക് ഞാൻ ചിലപ്പം ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആയിരിക്കും പിന്നെ ബിഫോർ മീൻ ഇടുന്നത്. ബാക്ക് ടു കറക്റ്റ് എനിക്ക് ഇടാൻ പറ്റില്ല, റൊട്ടേഷൻസിൽ ഇടാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും. എന്നാലും അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, മറക്കല്ല് കേട്ടോ. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്. ഞാൻ കുറേ ദിവസം അത് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ. ബൈ.